എല്ലാവർക്കും നമസ്കാരം. നാട്യമുദ്ര നൃത്തകലാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അതായത് 18-ാം തീയതി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാട്യമുദ്രയുടെ 4ാമത്തെ അരങ്ങേറ്റം നടക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് മിസ്റ്റേക്സുകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ചെയ്ത് തരേണ്ടതും ഒക്കെ നിങ്ങളാണ്. മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനമൊക്കെ നിങ്ങളാണ് തരേണ്ടത്. അപ്പോൾ കുട്ടികൾക്കുള്ള പൂവൊക്കെ വാങ്ങാനായിട്ട് ഞാനും ശിവയും വിഷ്ണുവും കൂടെ, ശിവയും വിഷ്ണുവും നമ്മുടെ നാട്യമുദ്രയിൽ തന്നെ എന്നും എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന കുട്ടികളാണ്. അവരും കൂട്ടിയിട്ട് പൂ വാങ്ങാനും അതുപോലെ ചിലങ്ക പൂജിക്കാനായിട്ട് സ്റ്റേജിന് പുറകിലുള്ള ഗണപതിയുടെ അമ്പലത്തിൽ പൂജിക്കാനായിട്ട് കൊടുത്തതായിരുന്നു. അവിടെ നമ്മൾ വീഡിയോ എടുത്തില്ല. അമ്പലത്തിനകത്ത് വീഡിയോ നമ്മൾ ഓൺ ചെയ്തില്ല. അവിടെ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് കുട്ടികളുടെ അരങ്ങേറ്റം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് കണ്ടു. അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ മടങ്ങി. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിങ്സാണ്. ഇങ്ങനെ ദൂരേക്ക് നോക്കി നടക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ്. അപ്പോൾ പുതിയ ഓഡിറ്റോറിയമായ ഗുരുവായൂരപ്പൻ സ്റ്റേജിൽ അവിടെ ഭക്തി പ്രഭാഷണമായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അതുപോലെ വഴിയരികിലെ ഓരോ കടകളും കാണാൻ തന്നെ, നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും അതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. കുഞ്ഞുടുപ്പുകളും അതുപോലെ നെറ്റിപ്പട്ടങ്ങൾ, പല കള്ളന്മാരും നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് മുല്ലപ്പൂവും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേശവൻ്റെ പ്രതിമയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പാഞ്ചജന്യം ഹോട്ടൽ, അങ്ങനെ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സാണ്. പണ്ട് മുതലേ നമ്മൾ ഗുരുവായൂർ വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ റൂമെത്തി. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മുടെ കഥാനായകൻ, അതായത് എൻ്റെ ഹസ്ബൻഡാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ദാനിയൻ വിഷ്ണു മേക്കപ്പ് ഫീൽഡിൽ തന്നെയാണ്. കുച്ചിപ്പുടിയുടെ ഹെയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പേര് മാത്രമേ ഉള്ളൂ ഒന്ന് മേക്കപ്പിനായിട്ട്. ഗിരീഷ് ചേട്ടനാണ് കുട്ടികൾക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ഗിരീഷ് ചേട്ടനും ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുക, പൂ സെറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ബാലൻസ് ഫേസൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ. ഇത്രയും കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. പഴയിടം രുചി, അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു കഴിച്ചത്. വയറും മനസ്സൊക്കെ ഒരുപോലെ നിറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി. ഞങ്ങളൊക്കെ റെഡിയായി ഇറങ്ങി. വിഷ്ണുവും ശിവയും മുന്നിൽ തന്നെ ഉണ്ട്. അവരുടെ കയ്യിലാണ് ചിലങ്കയും മൊമൻറ്റോസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാരൻസൊക്കെ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. കുറച്ച് പേരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടി സ്റ്റേജിന് അടുത്തേക്ക് നടന്നു. 10:30 നമ്മുടെ സ്റ്റേജിൻ്റെ ടൈം കേട്ടോ. 10:30 to 12. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒറിജിനൽ ഫ്ലവർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ്. മുല്ലപ്പൂവും അരളിയും അതുപോലെ തുളസിയൊക്കെ ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ പ്രത്യേകിച്ച് അരങ്ങേറ്റങ്ങൾക്കൊക്കെ, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അരങ്ങേറ്റങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഒറിജിനൽ പൂ തന്നെയായിരിക്കും കുറച്ചുകൂടി ഭംഗി. പേഴ്സണലായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം. പലരും പല രീതിയിലും ചെയ്ത് കാണാറുണ്ട്. നമ്മൾ സാരിയിൽ തന്നെയാണ് കോസ്റ്റ്യൂമും ചെയ്തിരിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ കടന്ന് തെക്കേ നടയിലൂടെ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ട്. വിഷ്ണുവും ശിവയും അവരുടെ ടെൻഷനൊക്കെ മാറ്റി അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ ഗണപതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർത്തികേയനാണ് കലാമണ്ഡലം കാർത്തികേയൻ വോക്കൽ വായ്പാട്ട് ചെയ്യുന്നത്. അതുപോലെ
പാപ്പേട്ടൻ പത്മകുമാർ മഞ്ചേരി വയലിൻ, രതീഷ് കല്യാൺ ചേട്ടനാണ് നൃത്തം ചെയ്തത്. ആദ്യമായിട്ട് 3 പേരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്ക് സ്റ്റേജിലെ കുറച്ച് അവരറിയാണ്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ഹസ്ബൻഡാണ് വീഡിയോസ് എടുത്തത്. ബാക്കിയുള്ള കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ അവരെ ബാക്ക് സ്റ്റേജിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താനായിട്ട്. പാരൻസും കുട്ടികളും അവരുടെ റിലേറ്റീവ്സൊക്കെ ഒരുപോലെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവസാനം കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി കടപ്പാടും ഈ ഒരു നിമിഷത്തിൽ അറിയിക്കുകയാണ്. ഇതുപോലെ ഇനിയും നാട്യമുദ്ര വളരാൻ എല്ലാവരും അനുഗ്രഹിക്കണം. ദക്ഷിണ തരുന്ന ചടങ്ങുകളും കുറച്ച് ഫോട്ടോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ചാനലിലൂടെ ഇങ്ങനൊരു വീഡിയോ. എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണം, നിങ്ങൾ തന്നെ അവർക്ക് തിരുത്തിത്തരണം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.